അങ്ങനെയാണെങ്കിൽ എന്താ മാരാറ് വല്ല ഗേ കാറ്റഗറിയിലുള്ള ആളാണോ? അവിടെയുള്ള സ്ത്രീകളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പറഞ്ഞോളാം, ഇയാൾ പറയേണ്ട കാര്യമില്ല. ഒരു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കണ്ണെഴുതി പൊട്ടുവിട്ട് അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടല്ലേ പോവുക. അപ്പൊ അങ്ങനെ എന്നെ കുറച്ച് ഭംഗിയിൽ എല്ലാവരും കാണട്ടെ. എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് എന്നെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാള് പോലും എനിക്ക് അവിടെ ഇല്ല, നോ വൺ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഹനാനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഫുൾ ജേർണിയിൽ ഹനാന്റെ കൂടെ ഉണ്ടായിരുന്നത് ഹനാനായിരുന്നു എന്ന് ഹനാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. എപ്പോഴും ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. അപ്പൊ ഹനാൻ റിയലൈസ് ചെയ്തത് വെച്ചിട്ട് ഹനാന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? നെഗറ്റീവ്സ് ചില ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഞാന് ആദ്യമൊക്കെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ഘട്ടത്തില് ഞാനിപ്പോ എന്തെങ്കിലും കാര്യം പറയുമ്പോ അത് കേട്ടിരിക്കുക, ഞാൻ നല്ലൊരു ലിസണർ ആയിരുന്നില്ല, കേട്ടിരിക്കില്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ടോക്കറ്റീവ് ആയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു, അപ്പൊ അല്ലെങ്കിൽ മറ്റൊരാളെ കേൾക്കുന്നില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോ ഇപ്പൊ ഞാൻ നല്ലൊരു ലിസണർ ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ എത്രയോ നല്ല ഫ്രണ്ട്സ്, അപ്പോൾ അവര് സംടൈംസ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ ഹനാൻ ഒരു 1 hour ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യോ, കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നിനക്ക് കേട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കുന്നത് ഞാൻ ആ ഒരു എൻ്റെ ഒരു നെഗറ്റിവിറ്റി മനസ്സിലാക്കിയിട്ട് ഞാനത് മാറ്റിയോണ്ടാണ്. അപ്പൊ അതാണ് എനിക്കൊരു എൻ്റെ ഭാഗത്തൊരു നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എന്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചില സമയത്ത് ഔട്ട് ഓഫ് കൺട്രോളിൽ നെഗറ്റീവ് തിങ്സ് ഒക്കെ പ്രവർത്തിച്ചിട്ട് ഞാൻ തന്നെ ഇപ്പൊ ഞാനൊരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക, ഞാനിപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരാൾക്ക് ഹാമായിട്ടോ തെറ്റായിട്ടോ ഒരു കാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കി, എൻ്റെ ഭാഗത്ത് തെറ്റാന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ചിലര് ജസ്റ്റിഫൈ ചെയ്തിട്ട് തെറ്റാണെങ്കിൽ മാപ്പ് പറയാതിരിക്കുമല്ലോ. അപ്പൊ എൻ്റെ ഭാഗത്ത് ഇപ്പൊ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അത് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അപ്പോളജൈസ് ചെയ്ത് ഞാനത് സോൾവ് ചെയ്ത് എൻ്റെ നെഗറ്റിവിറ്റി എന്താണെന്ന് റിയലൈസ് ചെയ്ത് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ നല്ലൊരു ക്വാളിറ്റി, ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് എത്ര ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലോ. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്, സ്നേഹിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരംശം പോലും എനിക്ക് അവരോടുള്ള സ്നേഹം കരുതലൊന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം എക്സ്പ്രസ് ചെയ്യലൊക്കെ ആ മൊമെന്റിലുള്ളൂ. അപ്പൊ അവർക്ക് തോന്നും ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിരിക്കില്ല. അപ്പൊ ഞാൻ അപ്പോഴത്തെ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയാ, സെയിം പോയിന്റിൽ തന്നെയാണ്. എനിക്ക് അവരോട് ഇപ്പോഴും കൺസേൺ ആണ്, കരുതലാണ്, സ്നേഹമാണ്. പക്ഷെ എൻ്റെ ഒരു ജെനുവിൻ ബോച്ചെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ സ്നേഹം, കരുതൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തല്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപ് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഹനാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന ഒരു പേരാണ് ബോച്ചെ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഹനാൻ ഇങ്ങനെ ബോച്ചെ ഒരു പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം എത്രത്തോളം ബോച്ചെ ഹനാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹനാന്റെ ലൈഫിൽ ബോച്ചെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? ബോച്ചനെ എപ്പോഴും ഒന്നും കാണാൻ കിട്ടാറില്ല, വളരെ അപൂർവ സമയങ്ങളിലാണ് നമുക്ക് കിട്ടുക. അപ്പൊ കിട്ടിയിട്ടുള്ള സമയത്ത് ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളായിട്ട് പോലും എന്നെ ആയിട്ട് സംസാരിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു 4 hour മുകളിലൊക്കെ ചില സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും കൂടെ ഇരിക്കാനൊക്കെ ആള്. അപ്പം എനിക്കത് ആ സമയത്ത് അത് മെൻ്റലി എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ആളുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായി. അപ്പോൾ ആള് പറഞ്ഞു, നീ ഇങ്ങനെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അങ്ങനെ ഒരു പൊസിഷനാണ് നിനക്ക് കരിയർ ചൂസ് ചെയ്താൽ ചേരുന്നത്. പിന്നെ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ ആളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു ജെനുവിൻ ഫ്രണ്ടായിട്ടൊരു ഫീൽ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ എല്ലാ കാര്യവും എൻ്റെ ഒരു ലൈഫ് ജേണിയുടെ കുറേ കാര്യങ്ങൾ, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഞാൻ ആളുടെ അടുത്ത് സന്തോഷങ്ങളായാലും വിഷമങ്ങളായാലും എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി തുറന്നു പറയാനുള്ളൊരു സ്പേസ് എനിക്ക് അവിടെ ആൾ തന്നപ്പോൾ ആളെൻ്റെ അടുത്ത് ജെനുവിൻലി പറഞ്ഞൊരു ഒപ്പീനിയൻ, ഹനാൻ ലൈഫിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല ജെനുവിൻ ഫ്രണ്ട്ഷിപ്പുകളും ആളുകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
പക്ഷേ ഹനാൻ്റെ ടാലൻസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു എൻകറേജ് ചെയ്ത് നമുക്ക് എപ്പോഴും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ വേണം. അപ്പോൾ ഹനാൻ്റെ ലൈഫിൽ എപ്പോഴും കുറേ നെഗറ്റീവ് ആളുകളാണ്, ട്രീറ്റുകളാണ് ഹനാന് കിട്ടിയിട്ടുള്ളത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിനും നെഗറ്റീവ് ട്രീറ്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൾ അത്രയും നേരം സംസാരിച്ചുകൊണ്ട് ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളോ റൈറ്റ് ആയിട്ടുള്ള ആളുകളോ ഹനാൻ്റെ ലൈഫിലില്ല. അതുകൊണ്ടാണ് ഹനാൻ്റെ പല ആഗ്രഹങ്ങളും നടക്കാതെ പോകുന്നത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഹനാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ ഒരു കൺസേൺ, ആ ഒരു ചേർത്ത് പിടിക്കൽ, അതെന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പം എൻ്റെ നല്ലൊരു മെന്ററായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് ബോച്ചയുടെ അടുത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ സോങ് രണ്ടാമത് റാപ്പ് സോങ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ബോച്ച അതിന് സ്പോൺസർ ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മ്യൂസിക് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടുകൾ ബോച്ചയാണ് ആ സോങ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ സോങ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എല്ലാവിധ സപ്പോർട്ടായിട്ട് വീഡിയോയിൽ ബോച്ച വരാമെന്നും എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും കാണട്ടെ ഹനാനെയും ബോച്ചനെയും കൂടെ ഒരുമിച്ച് ഒരു സോങ്. പിന്നെ ഞങ്ങള് ട്രാവൽ വിത്ത് ബോച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റില് ഒരു കുറച്ച് എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സോങ് വരുന്നതിന് മുമ്പ് തന്നെയായിട്ട് അത് ഔട്ട് ഇറക്കാം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അത് വെച്ചിരിക്കുന്നത്. ബോച്ചയും ഞാൻ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. അപ്പൊ ബോച്ചയുടെ ടീ ഒക്കെ ഇപ്പോൾ ബ്രാൻഡിങ് ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ. അപ്പൊ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്തും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എനിക്ക് ബോച്ചയുടെ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കുറേ നല്ല നല്ല അനുഭവങ്ങൾ പറയാനൊക്കെ ആയിട്ട് ഒരു 4 days അടുപ്പിച്ച് അവിടെ പോവാനും യാത്ര ചെയ്യാനും ഒക്കെ ആയിട്ട് അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് ഒരു ഫാമിലി പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അത്രയും ദിവസം എനിക്ക് കിട്ടിയത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, വളരെയധികം എനിക്ക് എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹനാനെ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ. അവർക്ക് എന്ത് അഡ്വൈസാണ് ഹനാന് കൊടുക്കാനുള്ളത്? ഇപ്പോൾ കുറേ പെൺകുട്ടികളുണ്ട് വീട്ടിൽ വിവാഹം കഴിപ്പിച്ച് അയച്ച്, അല്ലെങ്കിൽ ചില സമയത്ത് അവർക്ക് പഠിക്കാൻ പോവാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പോക്കറ്റ് മണി അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനൊക്കെ വേറൊരാളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ 4 ചുമരിനുള്ളിൽ പാരൻസ് കെട്ടിച്ചയക്കുന്നു, അവരെ ഫ്രീഡം കളയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ അവർ പറയും ഹനാൻ്റെ ലൈഫ് കാണുമ്പോൾ അസൂയ തോന്നും, കാരണം ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതായത് ഇത്ര ഏർലിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല. അവൾക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം, ജോലി കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഒരു പെൺകുട്ടികളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഗേൾസും ആദ്യം തന്നെ ഒരാളുടെയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് അവർ ചിലപ്പോൾ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരിക്കും, അവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതായിരിക്കും. അപ്പം നമ്മൾ ഒരു ചെറിയ ലോകത്തിനകത്ത് നമ്മൾ ചുരുങ്ങി പോവാണ്. അപ്പോൾ ഗേൾസ് എപ്പോഴും ഉള്ളിൽ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം സ്വാതന്ത്ര്യം ഉണ്ടോ, നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാഷൻ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെ നടത്താനുള്ള ഫ്രീഡം നമുക്ക് ആദ്യം ഉണ്ടോ. അതില്ല എന്നുണ്ടെങ്കിൽ പാരൻസിന്റെ അടുത്ത് നിന്നാണ് ആ ഫ്രീഡം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് നമുക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടണം, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ മ്യൂസിക്കോ ഡാൻസോ ഒക്കെ പാഷനുള്ള ഗേൾസ് ഉണ്ടാവും. അപ്പോൾ ഏത് കരിയർ പാത്താണ് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ നമ്മളുടെ ഫേവർ എന്താണോ അതിനനുസരിച്ച്. മറ്റുള്ളവർ കീ കൊടുത്താൽ പോകുന്ന ഒരു പാവയായിരിക്കരുത് ഒരു പെൺകുട്ടികൾ ഇവിടെ. അപ്പോൾ എന്താ പറയുക, സെൽഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുക. അല്ലാണ്ട് പാരൻസ് നമ്മുടെ സമ്മതമില്ലാണ്ട് വിവാഹം കഴിപ്പിച്ച് അയക്കാൻ നോക്കുമ്പോൾ നമ്മൾ അതിന് നിന്ന് കൊടുക്കല്ല. നമ്മൾ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുക. ആദ്യം നമുക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ സെൽഫ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ആവശ്യം വന്നാലോ നമ്മൾ സ്വന്തം ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നേടി അതിനുശേഷം മാത്രമാണ് നമ്മളൊരു വിവാഹമോ അല്ലെങ്കിൽ മറ്റുള്ള സന്തോഷങ്ങളിലേക്ക് നമ്മൾ പോവാനായിട്ട് തീരുമാനിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്തൊക്കെ ഇങ്ങനെ തന്നെ സംസാരിച്ചൊക്കെ നടക്കണ്ടായിരുന്നു. അതികൂടെ കുറച്ച് ബിഗ് ബോസിന്റെ അടുത്ത് മിണ്ടുണ്ടായിരുന്നു, കുറച്ച് ചുമരുമ്പോ നോക്കണ്ടായിരുന്നു, കുറച്ച് മറ്റേ മിററിൽ നോക്കിയിട്ട് സെൽഫ് മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ പേര് പറഞ്ഞു എന്തോ മെന്റലി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു ശരിക്കും, എന്തിനങ്ങനെ തന്നെ സംസാരിച്ച് നടക്കണ്ടായിരുന്നു? ആണല്ലേ. എനിക്ക് അവിടെ സപ്പോർട്ട് തരാൻ ആരുമില്ല. ഞാൻ ആദ്യം ഇന്റർവ്യൂ തുടങ്ങിയപ്പോ പറഞ്ഞു
ചെന്ന് കയറിയ പക്ഷെ എനിക്ക് കേൾക്കുന്ന കൺഫെഷൻ റൂമിൽ നിന്ന് നല്ല ചീത്തയാ. അത് ഞാൻ ചെയ്യാത്ത തെറ്റിന്. അപ്പൊ എനിക്ക് എന്താ ടീമിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ല, എന്നെ പ്രൊവോക്ക് ചെയ്തു. കണ്ടസ്റ്റൻസ് എല്ലാം ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ. എല്ലാവരും പല സൈഡിൽ നിന്ന് കുടുംബശ്രീ കൂടുന്നു, എന്നെ കുറിച്ച് പരദൂഷണം പറയുന്നു. ദേവു ലച്ചു ടീം കംപ്ലീറ്റ് ഒരു സൈഡിലിരുന്ന് പരദൂഷണം പറയുന്നു. കുറെ പേര് മാറ്റി നിർത്തുന്നു, റിനോഷ് ബ്രോ ഒന്നും മൈൻഡ് ആക്കാതെ നടക്കുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ എന്നെ ബാധിക്കുന്നില്ല. ഒരാൾ പോലും വന്നിട്ട് അന്യമിഥുനോ ഒരാളും വന്നിട്ട് എൻ്റെ അടുത്ത് വിഷ്ണു ചേട്ടനോ ഒന്നും വന്നിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ ഇവർ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് എന്നിട്ട് നാദിറ ചെയ്തൊരു കാര്യം, എൻ്റെ അടുത്ത് വന്നിട്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് നൈസായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് എനിക്ക് പരാതിയുണ്ട്, ഹനാൻ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പരത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുക, സെറീനയും നാദിറയും കൂടെ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് നല്ലോണം കൂടി വന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ടഗിട്ടു, അങ്ങനെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർ ആ ദേഷ്യത്തിന് പോയിട്ട് എന്ത് ചെയ്തു, കംപ്ലൈന്റ് ചെയ്തു. എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് എന്നെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാള് പോലും എനിക്ക് അവിടെ ഇല്ല, നോ വൺ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ ഒരു വീടിനകത്ത് ഇത്ര ആളുകളുള്ള വീടിനകത്ത് എല്ലാം കൊണ്ടും ഒരു പെൺകുട്ടി ഒറ്റപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഞാനേ ഉള്ളൂ, ആര് ഇല്ലെങ്കിലും എനിക്ക് ഞാനുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സംടൈംസ് ഒരു കമ്പനിക്ക് വേണ്ടി ക്യാമറ ഡിവൈസിൽ സംസാരിക്കുമ്പോൾ പുറത്ത് അവിടെ ഇരിക്കുന്നവരത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഡെയിലി വീട്ടിലൊക്കെ എന്തേലും എല്ലാ ദിവസത്തെയും ഇൻസിഡൻസ് ഒക്കെ ഒരാളെടുത്ത് ഷെയർ ചെയ്യും. എനിക്കിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്കിവിടെ ആരും വന്നിട്ട് ഒരു കമ്പനി കിട്ടുന്നില്ല, ഞാൻ കംഫർട്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലേ അപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് സംസാരിച്ച് ഓക്കെ ആയിട്ട് ഇങ്ങനെ അവിടുന്ന് പോകാനുള്ള പരിപാടിയായിരുന്നു. ആ സമയത്ത് ക്യാമറ ഇങ്ങനെ പറയണ്ട എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു സോഴ്സ് ഞാനത് എൻ്റെ സർവൈവൽ ഓപ്ഷൻസ് ആയിരുന്നു. ഞാനവിടെ അപ്പോൾ ക്യാമറയിൽ പോയി സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഞാൻ എന്നെ തന്നെ പറഞ്ഞ എനർജി ആക്കിയിട്ട് പോവായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ഒരു ക്യാമറ ഓഫാക്കി വെച്ചേക്ക്. അപ്പം എനിക്കൊരു കമ്പനിയായിട്ട് ഇവിടെ ഒരു ഡിവൈസ് എങ്കിലും ഈ വീട്ടിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അത് രക്ഷയില്ല, ആ ഒരു പാറ്റേൺ വർക്കാവണില്ല. അപ്പം ഞാൻ നോക്കി, അങ്ങനെയാണെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പം ഗെയിമിൻ്റെ ഇടയിൽ വന്ന ഉടനെ തന്നെ ഗെയിം ചെയ്യേണ്ടി വന്നു. അപ്പം ഗെയിം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്കെതിരായിട്ട് കുറേ കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത പല പ്രവൃത്തികളിലും എന്താ പറയുക, എന്നെ വലിച്ചു കൊണ്ടുവിട്ടു. ഗോപിക ഒക്കെ ഗെയിമിൻ്റെ ഇടയിൽ എന്നെ ചതിച്ചിട്ട് എന്നെ കൊണ്ട് റിനോഷ് ബ്രോയ്ക്കെതിരെ കല്ല് വലിച്ചെറിഞ്ഞ് ഓടുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവസാനം കുറ്റം മൊത്തം എൻ്റെ തലയിൽ. അപ്പൊ കുറേ ഇവരെല്ലാം പല രീതിയിൽ നമ്മളെ കൊണ്ടൊന്ന് കുടുക്കിയിട്ട് നമ്മൾ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഒരാളടുത്ത് പറയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, വന്നൊന്ന് സെറ്റ് ആവണ്ടേ. അപ്പൊ അത് പറ്റാണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ എന്താ പ്രശ്നം, ക്യാമറ എടുത്ത് സംസാരിക്കുന്നു, എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പൊ ഡൗൺ ആയപ്പോൾ എന്നെ ഒന്ന് സെറ്റാക്കാൻ, എന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് അവിടെ നിങ്ങൾ തന്നെ സംസാരിച്ച് നടക്കുന്നത്. അതെ അതെ, നമുക്ക് കിട്ടുന്ന സെൽഫ് കിട്ടുന്ന ഒരു സപ്പോർട്ട് അതാണ്. പിന്നെ ഞാനപ്പോ തിരിച്ചു ചെന്നപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ റനീഷ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ എനിക്ക് ചെന്ന് കയറിയ വശം ഇവള് ചോദിച്ചു പാല് വേണോ കാപ്പി വേണോ ചോദിച്ചു. അപ്പോ ഇതിന് മറുപടി കൊടുക്കണതിന്റെ ഇടയിൽ സെറീന വന്നിട്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു. അപ്പൊ സെറീനോട് ഞാൻ പറഞ്ഞ മറുപടി ആയിരുന്നു, അങ്ങനെ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ നീ എന്തിനാ അറിയണ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കില്ലേ. അത് ചോദിച്ചപ്പോൾ ഈ റെനീഷ വിചാരിച്ചു പാല് വേണോ കാപ്പി വേണോ എന്ന് മാന്യമായിട്ട് ചോദിച്ച എൻ്റെ അടുത്ത് ഈ ഒരു മോശം മറുപടിയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നെ ഇവളെന്റെ ശത്രുവാണ്, ഇവളെന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. എന്നിട്ട് ഇവളെന്ത് ചെയ്തു, അപ്പൊ എൻ്റെ ഒക്കെ ഒരു രീതി അനുസരിച്ച് ഒരു അനുഭവം മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇയാളെന്താ എന്നോട് അങ്ങനെ പറഞ്ഞാൽ വന്നല്ലേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ നമ്മൾ ചോദിക്കുക. നമ്മളടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം എന്തായിരുന്നു എന്ന് ചോദിക്കല. അപ്പൊ ഞാൻ പറയില്ലേ സെറീനയ്ക്ക് കൊടുത്ത മറുപടി ആയിരുന്നു നിനക്കല്ല എന്നുള്ളത്. പക്ഷെ ഇവളെന്ത് ചെയ്യുന്നറിയോ, ഇവള് ആ ഹൗസ് മുഴുവനും പരദൂഷണം പറഞ്ഞു നടക്കുക, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നല്ല വ്യക്തിയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവളെന്താ ചെയ്തത്, ഇവളെല്ലാവരുടെ പറഞ്ഞു പറഞ്ഞു നടക്കുക, ഹന എന്ന് പറഞ്ഞ കുട്ടി എന്നെ അപമാനിച്ചു. അതായത് എന്നെ കുറിച്ചുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത എല്ലാവരിലേക്കും ഒരു ബാഡ് കൊടുത്തപ്പോൾ രാത്രി രാത്രിയായപ്പോൾ ബെഡിൽ കിടക്കുന്ന സമയത്ത് ചോദിക്കുക. അപ്പൊ ചേച്ചിയായിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരായിരുന്നു ഒരു സപ്പോർട്ട്.
അപ്പം ഞാൻ അവരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാം, അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് സംസാരിക്കുക, അവർ രണ്ടുപേരും പാട്ട് പാടുക, അങ്ങനെയൊക്കെ നമ്മൾ സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കിടക്കാൻ വരുന്ന നേരത്തെ രാത്രി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാനിവിടുന്ന് ചവിട്ടി പുറത്തേക്ക് ഇടേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പം മുഖത്തൊരു അടി കിട്ടിയ പോലെ എനിക്ക്. കാരണം നമ്മൾ ഇത്ര നേരം അമ്മയെ ഭയങ്കര ഒരു മദർലി ഫീലിങ്ങിൽ അവരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വെൽക്കം സോങ് ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിൽ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന രീതിയിൽ അവരോട് ഭയങ്കര എന്താ പറയുക, നല്ല രീതിയിലാണ് എൻ്റെ സ്നേഹത്തോടു കൂടി പെരുമാറിയ എൻ്റെ അടുത്ത് രാത്രി പറയാണ്, ഈ ബെഡിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇടേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, ഇവിടുന്ന് ചവിട്ടി പുറത്തിടേണ്ടതൊക്കെ തീരുമാനിക്കേണ്ടത് ബോസാണല്ലോ എന്നെ കൊണ്ടുവന്നേ. അപ്പം ഞാൻ അങ്ങനെ പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ പൊക്കോളാം, ഇവിടുന്ന് ആരും ചവിട്ടി പുറത്തിടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഈ ബെഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അവകാശമുള്ള സ്പേസിൽ തന്നെ ഞാൻ കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളവരെല്ലാം എനിക്കെതിരാണ്, എല്ലാം കൊണ്ടും എന്നെ പ്രൊവോക്കിംഗ് ആണ്. ചിലപ്പോ അവർക്ക് ഹനാൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് ഫീൽ ചെയ്തത് കൊണ്ടായിരിക്കും ചിലപ്പോ അതൊരു. പക്ഷെ ഒരാൾ കൂടെ ഉറങ്ങാൻ വരുമ്പോ ഈ ഒരു കാര്യം പറയുമ്പോ പിന്നെ അവര് പറയാണ്, മെന്റലി നമ്മളെ ഭയങ്കരമായിട്ട് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ട് ഓക്കെ അല്ലേ ബ്രോ, അത് ഫണ്ണാണ് ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ തമാശക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഹനാൻ കാര്യമായിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഇത് ഒന്ന് ചോദിക്കട്ടെ, ഇത് തമാശയാണോ? അല്ല. ഒരു ദിവസം വീട്ടിൽ വന്ന അതിഥി ആദ്യം ദിവസം വന്നൊരു അതിഥിയുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് തമാശയാണോ? ഒരിക്കലും തമാശയല്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം, അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാവരും എന്നെ എല്ലാ സൈഡിൽ നിന്നും കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട ഞാൻ പിന്നെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യണം? എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പൊ ഞാൻ ശ്രമിച്ചത് സർവൈവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ജിമ്മും വർക്കൗട്ടും വാക്സിനും എല്ലാം കൂടെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ പുറത്തു പോയത്. ഒരാളോടും പൊരുതി തോറ്റിട്ടല്ല, അല്ലെങ്കിൽ എവിക്റ്റ് ആയിട്ടല്ല ഹനാൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഒന്ന് പുറത്തു വന്നിട്ടില്ല, ഒരുത്തനെയും പേടിച്ചിട്ടല്ല. ഈ മാരാറിനൊക്കെ കുറെ കാര്യങ്ങൾ വലിച്ചു കീറാൻ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട് പല കാര്യങ്ങളും ഞാൻ അവനൊക്കെ ഓങ്ങി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് പുറത്ത് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രമാണ് എല്ലാത്തിനും ഞാൻ വെറുതെ വിട്ടത്. ഞാൻ ഹനാനെ കാണുമ്പോ ഹനാന്റെ ഹെയറിനൊക്കെ വേറെ വേറെ കളറാണ്. ഹെയർ കളറിങ് ഒരു ക്രേസ് ഉള്ള ഒരു കാര്യമാണോ? ഞാനപ്പോ അത് ഒരു തമാശക്ക് ഒരു ക്രേസി കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവുമല്ലോ, അണിഞ്ഞൊരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം എൻ്റെ അനിയൻ പറഞ്ഞു, മുടി മൊത്തം പിങ്ക് കളറാക്കുക, എന്നിട്ട് നിന്റെ ലാബിൽ ഐഡന്റിറ്റി അങ്ങോട്ട് മാറ്റുക, പിന്നെ നീ ആ ഒരു കളറിലാണ് വരണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ പിങ്ക് കളർ അടിക്കാൻ പോയ ഞാനാ. അവര് പറഞ്ഞു നമുക്കൊരു വെറൈറ്റി ആയിട്ട് എല്ലാ കളറും അടിച്ചിട്ട് നമുക്കൊരു മഴവിൽ അങ്ങനെ പറഞ്ഞു. അതാണ് അവരുടെ അഡ്വൈസ് കേട്ടത് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. ഞാൻ മൊത്തം മുടി ബ്ലീച്ച് ചെയ്തിട്ട് കളർ അടിച്ചില്ലേ, എല്ലാ കളറും ആകെ പ്രശ്നമായി. അതായത് കളർ അടിച്ചിട്ട് ഒരിക്കൽ നമ്മൾ കളർ അടി തുടങ്ങിയ പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ? പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പൊ കൺട്രോൾ ചെയ്ത് എല്ലാ കളറും മാറ്റി കറുപ്പടിച്ച് ഇപ്പൊ ജസ്റ്റ് ഈ കളർ മാത്രമേ ഉള്ളൂ, ഈ ഗ്രീൻ മാത്രം. പക്ഷെ ഇപ്പൊ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന ലൈറ്റ് പിങ്ക് ഷെയ്ഡാ നമുക്ക് വേണ്ടേ, അപ്പൊ അത് കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാ അനിയൻ പറഞ്ഞ പോലെ പിങ്ക് ആക്കണം, ഫുൾ പിങ്ക് ആക്കാനുള്ള പരിപാടിയാണ്. ആക്ടിങ് താല്പര്യമുള്ള ഒരു ഫീൽഡാണോ? എങ്ങനെയാണ് ഇനി അതിലോട്ടുള്ള ജേണി? എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ ചില മൂവീസ് കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ അട്രാക്റ്റ് ആവാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രേമലു കണ്ടപ്പോൾ നല്ലൊരു ക്യാമ്പസ് സ്റ്റോറിയുടെ ഭാഗമാവാൻ പറ്റണ ഒരു പ്രൊജക്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു കലയ്ക്ക്. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെഹിക്കിൾ ഓടിച്ച് ഇങ്ങനെ പോവുക, ആ സമയത്ത് ഞാൻ ആലോചിക്കുക ഞാൻ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തു, ഒരു സിനിമ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഒന്നും ആയിട്ടില്ല, എനിക്കൊരു മൂവി ചെയ്താലേ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ, എനിക്ക് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്താലേ എന്തെല്ലാം ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഹെയറിന്റെ സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ടീം എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ഞാൻ കുറച്ചു നേരത്തെ അത് ആലോചിച്ച് പരാതി പറഞ്ഞോളൂ, ഒന്നും ആയിട്ടില്ല, എനിക്കൊരു മൂവി പോലും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരാഗ്രഹം കാരണം എല്ലാവരും പറഞ്ഞ് ആഗ്രഹിപ്പിക്കേണ്ട അരിഗോപിയൊക്കെ ചാൻസ് തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊജക്റ്റ് അന്ന് 21ാം നൂറ്റാണ്ടിന് ആദ്യം അവസരം തരാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വയ്യാണ്ട് കിടന്നു. അങ്ങനെ വന്ന പ്രൊജക്ട്സ് ഒക്കെ പലതും അന്നത്തെ ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്കത് കിട്ടാതെ പോയി. പിന്നെ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ പല ഓഡീഷൻസിനൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് കിട്ടുക.
അപ്പോൾ ഞാൻ പ്രൊജക്ട്സിന് വേണ്ടി ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടീം വന്ന് അപ്രോച്ച് ചെയ്തിട്ട് നല്ലൊരു മൂവിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നടന്നാൽ മതിയായിരുന്നു. ഞങ്ങളും കാണട്ടെ ഹനാനെ പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നാണ് പറയാ. അതെ, അപ്പൊ ഇതും നമ്മൾ ഡീപ്പായിട്ട് ആഗ്രഹിക്കുക, പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഓഡീഷൻസിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ അറിയണം, അത്യാവശ്യം നമുക്ക് എന്താ പറയുക ആക്റ്റീവായിട്ട് സംസാരിക്കണം, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പോരായ്മകൾ ഉള്ളത് ഇപ്പോൾ നടത്തൊക്കെ ഒന്ന് ശരിയാക്കി ഗ്രൂം ചെയ്തെടുക്കുക. ഒന്ന് ടോട്ടലി ഒരു ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് ഒരു അത്യാവശ്യം ആക്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നീ ആരാ, ഇത് ചോദിക്കാനായിട്ട് നീ ആരാന്നൊരു ക്വസ്റ്റ്യൻ എവിടെ വരുമ്പോഴും എന്താണ് നിങ്ങൾക്ക് എന്താ ടാലന്റ്. അപ്പം നാളെ ചെന്നിട്ട് പൃഥ്വിരാജിനെ കണ്ടിട്ട് ഒരു ചാൻസ് ചോദിക്കണമെങ്കിൽ ഞാൻ ഭയപ്പെടില്ല. ഞാൻ ചെന്നിട്ട് എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ഞാൻ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ചെയ്യാനുള്ളൊരു ലെവലിൽ ഗ്രൂമിങ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പോയിട്ട് ചോദിക്കുള്ളൂ. ഞാൻ ചിലപ്പോൾ ചാൻസ് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോയിട്ട് രാജമൗലി സാറിൻ്റെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ ചാൻസ് ചോദിക്കാനും ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്തിപ്പെടാനും അവിടെ ചെന്നിട്ട് അത് കൺവിൻസ് ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും കൂടെ അതിനുള്ള ഒരു എന്തെങ്കിലുമൊക്കെ കേപ്പബിൾ ആയെന്ന് തോന്നിയതിന് ശേഷം മാത്രമേ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യുള്ളൂ. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹനാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലാലറിന്റെ കൂടെ സ്റ്റേജിൽ കയറാൻ പറ്റാത്തതാണല്ലോ എൻ്റെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഞാൻ ഇന്നും സ്വപ്നം കാണൂടോ ലാലറിനെ. സ്വപ്നം കാണുന്നത് എന്താണെന്നറിയോ, ഞാൻ ഷോയ്ക്ക് രണ്ടാമത് കയറുന്നു, സ്റ്റേജിൽ ചെന്നിട്ട് രണ്ടാമത് അപ്പോൾ വേറെ ഡ്രസ്സിങ്ങിലൊക്കെ എന്നെ കാണുന്നത് ഡ്രീമിൽ കാണുക. എന്നിട്ട് രണ്ടാമത് ഞാൻ ഷോയ്ക്ക് കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വൈൽഡ് കാർഡ് അല്ല, എല്ലാ കണ്ടസ്റ്റന്റെയും കൂട്ടത്തിൽ തന്നെ വിടുക. ഇതിപ്പോ കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് 1 year ആയി. ഈ 1 yearൽ ഒരു ദിവസം പോലും ബിഗ് ബോസിന്റെ ഇവന്റ് കാണാത്ത ഒരു ഡ്രീമും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള, വേറൊരു ഡ്രീമും ഇല്ല. എല്ലാ ദിവസവും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ടൈമിൽ ചില സമയത്ത് കാണുന്ന എന്താണെന്നറിയോ, ഞാൻ അവിടെ ഒരു കാഴ്ചക്കാരിയുടെ പോലെ ഇരുന്ന് ഫിനാലെ വേദിയിലൊക്കെ പോയപ്പോൾ കുറേ മോശാനുഭവങ്ങൾ ഫേസ് ചെയ്തിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ലാലേട്ടൻ അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണോ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് ആ സ്റ്റേജിൽ നിൽക്കാന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല, എനിക്കൊരു പെന്ന് വേണം, ലാലേട്ടന് എനിക്കൊരു പെന്നെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ഒരു വിഷ് ചെയ്തിട്ട് തരാച്ചാൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അണിയറ പ്രവർത്തകരുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ എനിക്കവിടെ ഫിനാലയിൽ പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ സ്റ്റേജിൽ നിന്ന് ആങ്കർ ചെയ്യുന്നു, റിനോഷ് ബ്രോനെ രണ്ടാമത് വിളിച്ചിട്ട് സ്റ്റേജിൽ റിനോഷ് ബ്രോ ലാലേട്ടൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ ഞാനത് എന്തുമാത്രം സ്റ്റേജിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചതാ, അറിയാതെ സങ്കടം വന്ന് പോയതാ. അപ്പൊ അപ്പോഴും ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ച് സന്തോഷത്തോടു കൂടി അവരെ മുന്നിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഹനാന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിയോ. അപ്പൊ സ്റ്റേജിൽ ഞാൻ വന്നിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കുക. എനിക്ക് സ്റ്റേജിൽ ഞാൻ ആഗ്രഹിച്ച അത്രയും ഡീപ്പായിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലല്ലോ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുക എന്ത് പറ്റി ഹനാൻ, എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചപ്പോ എല്ലാം ചോദിക്കുമ്പോ തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു മനസ്സിലുണ്ട്. അപ്പൊ 50ാം ദിവസം ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ മതിലാടി സെറ്റിൽ കയറി. അപ്പോൾ എനിക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ എൻ്റെ അഭിമാനമോ ഒന്നും ചിന്തിക്കാതെ ഞാൻ സെറ്റിൽ ചെന്നു. എന്നിട്ട് അവിടെ പിറന്നാൾ ആഘോഷിക്കാൻ എല്ലാവരും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുക. അപ്പോൾ സെക്യൂരിറ്റീസ് ആയാലും എൻ്റെ അടുത്ത് ഭാഗ്യത്തിന് ID കാർഡ് ചോദിച്ചപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് സെക്യൂരിറ്റീസ് അങ്ങനെ കയറ്റി വിട്ടു. എന്നിട്ട് ഏതാണ്ട് മതിൽ ചാടിയ പോലെയാണ് ഞാൻ സെറ്റിലെത്തിയത്.
അപ്പോൾ എനിക്കപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അപ്പോഴെങ്കിലും എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റേജിൽ നിൽക്കാമല്ലോ. ഇതായിരുന്നു എൻ്റെ അട്രാക്ഷൻ എനിക്ക് അതിന് വേണ്ടി. അപ്പം ഞാൻ അവിടെ പോയി അവരെ കണ്ട് എൻ്റെ മോളായിട്ട് സംസാരിച്ചു. എനിക്ക് എന്തായാലും ഞാൻ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ലേ, ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എന്നെ കൂട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരികെ അയച്ചു. പിന്നെ ഫിനാലേക്ക് ലാലേട്ടനെ കാണാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പെന്ന് ഗിഫ്റ്റായിട്ട് എന്തേലും ഒരു വിഷ്, ലാലേട്ടൻ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തു, എനിക്ക് വിഷു കൈനീട്ടം കിട്ടിയില്ലല്ലോ, എല്ലാവർക്കും അതൊക്കെ നടന്നു. അപ്പം ഞാൻ ആ ഒരു കാര്യം ആഗ്രഹിച്ചു. എന്നിട്ട് അവര് ഒരു വാല്യൂ തന്നില്ല ഞാൻ പറഞ്ഞ കാര്യത്തിന്. എന്നിട്ട് ലാലേട്ടൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ വിഷമിച്ചൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല ലാലേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ആലോചിച്ചെന്നറിയാം, എൻ്റെ ഈ വിഷമം ലാലേട്ടൻ്റെ മുന്നിൽ കാണിക്കണ്ടല്ലോ, ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് ലാലേട്ടൻ എന്നെ ഹാപ്പി ആയിട്ട് കാണട്ടെ എന്നുള്ള വെച്ചിട്ട് ഞാൻ ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് സങ്കടം വന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് പോയി. കുറച്ചു നേരം എനിക്ക് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ ഷൂട്ട് ബ്രേക്കാക്കി. ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് ഞാൻ എനിക്ക് പോയി. കാരണം ഞാൻ ആളുടെ മുന്നിൽ കരയണത് കാണണ്ടല്ലോ വെച്ചിട്ട് മാറിയിരുന്നു. എന്നിട്ട് ഞാൻ പല ബ്രേക്കുകൾ വന്നപ്പോഴും എനിക്ക് ഒരു പെന്ന് ലാലേട്ടൻ തരാൻ ഞാൻ കുറേ ആഗ്രഹിച്ച് ഞാൻ ചോദിച്ചു. അവരത് പോലും ചെയ്തില്ല. പിന്നെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയപ്പോഴും എന്നെ അവിടെ കയറ്റിയില്ല. ഞാനൊരു കാഴ്ചക്കാരി മാത്രമായി. അന്ന് ആ ഒരു സ്റ്റേജ് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എനിക്ക് എന്നെ നല്ല രീതിയിൽ വാല്യൂ ചെയ്തു ട്രീറ്റ് ചെയ്തു എന്നൊക്കെ എനിക്കൊരു ഫീല് വന്നിരുന്നെങ്കിൽ, ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എൻ്റെ പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് ഉള്ളൊരു അവസരമായേനെ. അപ്പോൾ അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഞാൻ ലാലേട്ടനെ സ്വപ്നം കാണാത്ത ദിവസമില്ല. ചില ദിവസം സ്വപ്നത്തിന് എന്താ പറയുക, ഞാൻ ആ ഇവൻറ്റിൽ ഇങ്ങനെ പോയിട്ട് ബിഗ് ബോസിൽ നിന്ന് സ്റ്റേജിൽ കയറാൻ പറ്റാതെ എന്നോട് ഷൂട്ടില്ല എന്ന് പറയണതായിരിക്കും ഡ്രീമിൽ കാണുന്നത്. ചില ദിവസം എന്താണ് പറയുക, പെർഫോമൻസിന് വീണ്ടും വേദിയിൽ കയറുന്നു എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ഒരു 1 ഇയർ എല്ലാ ദിവസവും ഡ്രീമിൽ ഇത് മാത്രമാണ്. അപ്പം ഞാൻ എത്രമാത്രം പക്ഷേ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. എനിക്ക് പെയിൻഫുൾ ആണെങ്കിലും ഞാനിപ്പോൾ ഡീപ്പായിട്ട് ഒരു കാര്യം, അപ്പം ഞാൻ പറഞ്ഞതൊന്നും ആരും വാല്യൂ ചെയ്തില്ല പോട്ടെ, പക്ഷേ ഞാൻ ഇത്രയും എൻ്റെ ഈ ഒരു പെയിൻ കാണുന്ന ഒരു ദൈവമെങ്കിലും ഇത് കേൾക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പിന്നീട് വർക്കായി സ്ട്രോങ് ആയിട്ട് ആ സ്റ്റേജിൽ ഞാൻ കരഞ്ഞിറങ്ങിപ്പോയ വേദിയിൽ നിന്ന് എനിക്ക് വിജയിച്ച ആ ട്രോഫി തന്നെ എനിക്ക് കയ്യിൽ കിട്ടി കൊണ്ടുവരാനുള്ളൊരു അവസരം ലൈഫിൽ ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ ഡീപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസിൽ ഒരു ലവ് ട്രാക്ക് വർക്കാക്കാൻ അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഒരാൾ അതിൽ നിന്ന് ഔട്ടായി, പക്ഷെ കമന്റ്സിൽ ഫുള്ള് നമ്മൾ അതാ കാണുന്നത്. ഇവരിത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാ, ഇവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാ. ചിലപ്പോൾ അതിന്റെ സത്യം അതൊന്നും അല്ലായിരിക്കും. കാരണം നമ്മുടെ അതിന്റെ അകത്തത്തെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ പുറത്തെങ്ങനെ. ഹനാന്റെ അഭിപ്രായത്തിൽ ഒരു ലവ് ട്രാക്ക് വർക്കായി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എക്സിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുമോ? ബിഗ് ബോസിൽ ലവ് ട്രാക്ക് വർക്ക് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ ഗബ്രി ഇപ്പൊ പുറത്താവില്ലല്ലോ. ശരിയാണ്. പിന്നെ ലവ് ട്രാക്ക് ഒരു കണ്ടന്റ് ആയിട്ട് കൊടുക്കാന്നുള്ളത് ജാസ്മിൻ അത് ചെയ്തെങ്കിൽ അത് അവളുടെ മിടുക്ക്. തോന്നുന്നുണ്ടോ ഇപ്പം ഹനാന് തോന്നുന്നുണ്ടോ? പക്ഷേ ഒരു ലവ് ട്രാക്ക് വർക്ക് ചെയ്തിട്ട് അവിടെ ഗെയിമിൽ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പാറ്റേൺ. പിന്നെ അത് മാത്രമല്ല, അതൊരു ഭീരുത്വത്തിന്റെ ലക്ഷണമാണ്. എനിക്ക് എൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഒരു ലവ് ട്രാക്ക് കൂടെ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്ക്രീൻ സ്പേസ് എനിക്ക് കൂടുതൽ കിട്ടും. അപ്പം അതുകൊണ്ട് കൂടുതൽ ഡേയ്സ് സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റും. അതല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴല്ലേ ഞാൻ അവിടെ ആ ലവ് ട്രാക്ക് എടുക്കുക. ഞാൻ അവിടെ ഡൗൺ ആകുമ്പോഴല്ലേ എനിക്ക് പെർഫോമൻസ് പ്രഷറും കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ ഗെയിമിലോ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെൻ്റലിയോ ഒക്കെ ഉള്ള ഗെയിംസ് വരുമ്പോൾ എനിക്ക് അവിടെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഈ ലവ് ട്രാക്ക് സെലക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭീരുത്വം അല്ലേ? ഭീരുത്വം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് വൈസ് ഫിസിക്കലി മെൻ്റലി എനിക്ക് ഗെയിംസ് ചെയ്യാം. അപ്പം അതിനകത്ത് എനിക്ക് പ്രോപ്പറായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടി വരുമ്പോഴല്ലേ ഈ ലവ് ട്രാക്ക് എക്സിസ്റ്റ് ചെയ്യാൻ എനിക്കിത് സഹായിക്കും എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ ഒരു ലവ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു വഴി ചൂസ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ളൊരു
ഒരു ചോയ്സ് അല്ല. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസക്കുറവ് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജാസ്മിന് ഇടയ്ക്കിടയ്ക്ക് വൈൽഡ് കാർഡുകളൊക്കെ വരുമ്പോൾ എനിക്ക് എന്താണ് ഇമേജ്, എൻ്റെ എന്താണ് കാര്യങ്ങൾ. അപ്പൊ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ ഭീരുക്കളാണ് ഈ പറയുന്ന ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച് കളിക്കാനായിട്ട് നോക്കുക. നമുക്കിപ്പോ വേറൊരാളുടെ ഡിപ്പെൻഡന്റ് അല്ലാതെ നമുക്ക് പോയിട്ട് എല്ലാവരുടെ അടുത്തും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പറഞ്ഞു നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയണൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് അവർ മാറ്റിയെന്ന് വരും. പക്ഷെ നമ്മൾ എത്രത്തോളം ആരൊക്കെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് സർവൈവൽ നമ്മൾ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആ ഗെയിമിൽ വിജയിക്കുന്നത്. ശരി, ഇപ്പോൾ ബിഗ് ബോസ് ഷോയുടെ താഴെ വരുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രൊമോസിലും അല്ലെങ്കിൽ അതിന്റെ എപ്പിസോഡ്സിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വരുന്ന കമന്റ്സ് ആണ് ജാസ്മിൻ എന്ന വ്യക്തിയോട് ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ബിഗ് ബോസിന് ഒരു ഫേവറിറ്റിസം ഉണ്ട് എന്നുള്ള ഒരു കമന്റ്. എന്താണ് ഹനാന്റെ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അവർക്ക്. ഒരു ബിസിനസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്റർടൈൻമെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഒരാളുകളോടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് ഒരു ഫേവറിസം ഇല്ല, ഒരു രീതിയിൽ ഫേവറിസം ഇല്ല. അതിലിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ലോജിക്കലി ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ഫേവറിസം ഉണ്ടെങ്കിൽ, ചേച്ചിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഫേവറിസം ഉണ്ട്, എൻ്റെ ചില നെഗറ്റീവ്സ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേച്ചി ഹൈഡ് ചെയ്ത് പിടിച്ചിട്ട് ഫേവറിസം കാണിക്കുകയാണ് ചെയ്യാം. ഫേവറിസം എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ തെറ്റുകളെല്ലാം മറച്ചു പിടിച്ച് നമ്മൾ കൂടുതൽ ആൾക്ക് സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ കണ്ണിലുണ്ണിയാക്കി നാട്ടുകാരുടെ മുന്നിൽ നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഫേവറിസം എന്ന് പറഞ്ഞ വാക്ക്. ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ടാണോ ഈ പറയണ ഷോ കാണിച്ചിരിക്കുന്നത്? ലാലേട്ടൻ വീക്കെൻഡിലെ എപ്പിസോഡിൽ വന്നിട്ട് ഇവള് മൂക്കട്ട എടുത്തിട്ട് ചായലിട്ടതും ഇവള് ഹൈജീൻ ഇല്ലാതെ അവിടെ ജീവിക്കുന്നതും ഇതുപോലെ ഈ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തരങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു 100 ശരി ഒരു പെൺകുട്ടി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ ഭാഗത്തൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റ് നോക്കി കാണാനും അവളെ ചീത്ത വിളിക്കാനും അതിനൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ബിഗ് ബോസിന്റെ കുറ്റാണോ? അല്ല. ഈ പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ചെയ്യുന്നതല്ലേ പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ. അവള് നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവ് കാണിക്കും, പോസിറ്റീവ് ചെയ്താൽ പോസിറ്റീവ് കാണിക്കും. അപ്പൊ ആ ഒരു വ്യക്തി ചെയ്തു കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾ കണ്ട് അതിനെ വിലയിരുത്താനും അവളെ ചീത്ത വിളിക്കാനും നെഗറ്റീവ് രീതിയിൽ റേറ്റിംഗ് കൂട്ടാനും ഉള്ള ഓഡിയൻസ്, ആ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ജാസ്മിൻ എന്ന വ്യക്തിയെ വലിച്ചു കീറി, ആ ഇൻട്രസ്റ്റ് ആണ് ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടുത്തെ ഒരു ആംഗ്രി ഫാക്ടറാണ് പ്രൊവോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു പിന്നെ ജാസ്മിൻ മാത്രമല്ല, ആര്യ ചേച്ചി ഈ ഷോയില് കയറുന്നേക്ക് മുന്നേ അത്യാവശ്യം ജനപ്രീതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇപ്പോഴും എനിക്കൊക്കെ ഇപ്പോഴും നല്ല ഇഷ്ടമാണ് ആര്യ ചേച്ചിനെ. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ആ പറയുന്ന വ്യക്തിയെ ഫേവർ ചെയ്തു എന്നുള്ള പല സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കണ്ടിരുന്നു. അപ്പൊ ഈ അവസരത്തിൽ ആര്യ ചേച്ചിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. ആര്യ ചേച്ചിയുടെ അടുത്ത് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചിരുന്നു എങ്കിൽ അവരുടെ നെഗറ്റീവ് തിങ്സ് ഒക്കെ പുറത്തേക്ക് വരികയാണ്. അവർ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ എത്രയോ കണ്ടന്റ് പോയിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലേഡിയുടെ അടുത്തും ബിഗ് ബോസിന് അങ്ങനെ റവന്യൂ ഷെയറിന് വേണ്ടിയോ അല്ലെങ്കിൽ ബെഡ് ഷെയറിന് വേണ്ടി ഒന്നും ഒരു രീതിയിലും ഫേവറിസം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അൻസിബ എന്ന് പറഞ്ഞ വ്യക്തി നല്ല പോസിറ്റീവായിട്ട് അവളുടെ നല്ല സ്വഭാവം അവള് കാണിക്കുന്നു, മുടിയും നല്ല രീതിയിൽ പെരുമാറുന്നു, മുടിയും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ അവര് ചെയ്യുന്നതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എവിടെയാണ് മൂക്കട്ട ചായയിലിട്ട് തുമ്മി കാണിക്കുന്ന ജാസ്മിന്റെ കണ്ടന്റ് വേണമെങ്കിൽ ഫേവറിസം ഉണ്ടെങ്കിൽ ബിഗ് ബോസിനെ ഒളിപ്പിച്ചു വെക്കായിരുന്നു. ഹൈജീൻ ഇല്ലാത്ത എത്രയോ പ്രവർത്തികള്, അല്ലെങ്കിൽ വാഴച്ചോട്ടിലെ പ്രണയം, ഇത് നെഗറ്റീവ് ആണെന്നുള്ള ആള് ഹിന്ദു എത്രയോ പേര് സായിയൊക്കെ ചെന്നിട്ട് ഹിന്ദു കൊടുത്തിട്ടും ഇവള് ഇത് തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഇത് മൊത്തം കാണിക്കാതെ ലൈവിൽ നിന്ന് കട്ട് ചെയ്തുകൂടെ? അപ്പൊ അത് പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ ആ ഒരു എന്റർടൈൻമെന്റ് കം ബിസിനസ്. അപ്പൊ ജാസ്മിൻ അവിടെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തു, നെഗറ്റീവ് രീതിയിൽ കണ്ടന്റ് കൊടുത്തു. പക്ഷെ അത് റേറ്റിംഗ് കയറുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നാളെ ഞാൻ ചെന്നിട്ട് നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാലും ഞാൻ കാണിക്കുന്നതല്ലേ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെവിടെയാണ് ജനങ്ങൾ പറയുന്ന ഫേവറിസം? നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത്? ലോജിക്കലി ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. അല്ലാണ്ട് മാരാറ് ഇങ്ങനെ വന്നിട്ട് അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും
മാരാറിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒന്നും ചിന്തിക്കാതെ അന്തം ഫാൻസ് വന്നിട്ട് പറയുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കല്ലേ. ഫേവറിസം കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് രീതിയിൽ ഫേവറിസം കാണിച്ചു എന്ന് നിങ്ങൾ ലോജിക്കലി ഒരു കാര്യം പറയും. അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ശരി. ഇപ്പൊ ഹനാന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ആരായിരിക്കും ഇപ്രാവശ്യത്തെ വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരാൾ? ഏകദേശം 2-3 പേര്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി. ഇപ്പൊ മണിക്കൂട്ടനൊക്കെ അവന്റെ സ്വഭാവം കൊണ്ടാണ് വിന്നറായത്. അവന്റെ ക്യാരക്ടർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വിന്നറായി. പക്ഷെ സാബു ചേട്ടന്റെ കാര്യം പറയാച്ചാ അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെ കടച്ചിൽ വരെ അങ്ങനെയൊന്നല്ല. ഭയങ്കര ആളുടെ ഗെയിം കളിച്ചിട്ട് ആളുടെ ടാലന്റ് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആള് വിന്നറായി. ഇപ്പോൾ ഫിസിക്കലി ഒക്കെ ടാസ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ള ആളുകൾ ജിൻഡോയൊക്കെ ഫിസിക്കലി ഒക്കെ ടാസ്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. പക്ഷെ അറ്റ് എ ടൈം നോണയൊക്കെ പറയുന്നില്ലേ, അപ്പോൾ പേഴ്സണാലിറ്റീനെ അവിടെ ബാധിച്ചു. പക്ഷെ ഡിസർവിങ് എന്ന് പറയുമ്പോൾ നല്ല പേഴ്സണാലിറ്റി ആവാന്ന് പറയുന്ന ഒരു സാധനം കൂടെ, ഞാൻ കുറ്റമായിട്ട് പറയല്ല. മനസ്സിലായി. അപ്പോൾ പിന്നെ ഈ പൂജ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടുത്തെ വിന്നർ ആവാനായിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റി ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ നോറ ഡെയിലി ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഒരു ക്രൈയിങ് ബേബിയാണത്. അപ്പൊ അത് ഒരു പേഴ്സണാലിറ്റി ഫാക്ടർ അല്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജിൻഡോ ഒക്കെ എന്തായാലും ടോപ്പ് 3 വരും, അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ വിന്നർ ആവാനുള്ള ഒരു പേഴ്സണാലിറ്റി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അൻസിബയ്ക്ക് ആ ഒരു പേഴ്സണാലിറ്റി, മുടിയൻ നല്ലൊരു പേഴ്സണാലിറ്റി. പക്ഷെ മുടിയൻ വിന്നർ ആവാന്ന് പറയുമ്പോൾ നമുക്ക് അവിടേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അൻസിബ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ രീതിയിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കപ്പ് കിട്ടുക വെച്ചാൽ ആ കുട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റി കൂടെ കണക്കാക്കുമ്പോൾ നന്നായി ഗെയിം ചെയ്യുന്നതും എല്ലാ നിലപാടുകളും വ്യക്തമായിട്ടും ശക്തമായിട്ടും ആ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ താല്പര്യമല്ല, ഒരു ആസ് എൻ ഓഡിയൻസ് ഉള്ളൊരു വിലയിരുത്തലിൽ എല്ലാം കൊണ്ടും ഗെയിമിൽ ആക്റ്റീവ് ആയിട്ടുള്ള വിന്നർ ആവാൻ ആ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് അത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും, ഡിസർവിങ് ആണെന്ന് തോന്നുന്നു. ശരി, നമുക്കൊരു ചെറിയ ഗെയിം കളിക്കാം. അപ്പം ഒരു ലൈക്ക് ഓർ ഡിസ്ലൈക്ക്. അപ്പം ഹനാനിന് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ലൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക. ജാസ്മിൻ, ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? പറയണ്ട, കാണിച്ചാൽ മതി. ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ലൈക്ക്. ഓക്കെ. അഖിൽമാരാർ, ഡിസ്ലൈക്ക്. ജിൻഡോ, ലൈക്ക്. ഋഷി മുടിയൻ, ലൈക്ക്. ജാൻമണി കുറച്ച് ലൈക്ക്, പകുതിയുള്ളൂ. ഓക്കെ, ശരി. റോബിൻ രാധാകൃഷ്ണൻ, ലൈക്ക്. റിയാസ് അലി, ഫുൾ ലൈക്ക്. സാബുമാൻ, ഫുൾ ലൈക്ക്. റോക്കി ഫ്രം മീഷോയ്ക്ക് കൊടുക്കണോ അതോ? അല്ല, അവനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ ആ വാട്ടർ ബോട്ടിൽ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാന്ന് കേട്ടോടുകൂടി എനിക്ക് അവനെ ഇഷ്ടമില്ല. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഹനാൻ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഈ ഷോയിൽ ഇരുന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഹനാൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. ഞങ്ങൾ ഇനി കാണുമ്പോൾ മ്യൂസിക്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയ ഹനാനെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ ഷോ അവസാനിപ്പിക്കുമ്പോൾ ഹനാൻ്റെ ഒരു പാട്ടോടുകൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. പല കൂട്ടം വഞ്ചിക്കാരെ പോയി വരുന്നൊരു കരയാണേ, പിടപിടക്കണ കൊഞ്ചും ചാളയും മിന്നിച്ചെത്തണ കാണൂലേ, ചെല്ലാനം ചാകര വന്നാൽ തിരിയാൻ മീനൊരു പിടിവാരാം, നിരനിരയായി വള്ളം നീങ്ങണ കടലല കണ്ടാൽ കൊതിയാകൂലേ, ലേലക്കാരേ ചാകര വന്നേ വഞ്ചിക്കാരേ ചാകര വന്നേ, കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, പൂമീനുണ്ട്, തിരിയാനുണ്ട്, അയിലയും മത്തിയും കൊഴുവയും ചൂടയും തിരുതയും കിളിമീനുണ്ട്, പല കൂട്ടം വഞ്ചിക്കാരെ പോയി വരുന്നൊരു കരയാണേ, ഒരു രാത്രിൽ കരിമീൻ വാങ്ങി പുളിയിലയിട്ട്
പൊള്ളിച്ചാലോ, ഒരു നാട്ടിൽ നീ മീൻ വാങ്ങി പുളിയിലിട്ട് വറ്റിച്ചാലോ, വലയെറിയണ വലക്കാരാണ്, തിരയെറിയണ തരക്കാരാണ്, നിറയണ പൊൻവിളയാണ്, ചേലഞ്ചും പൂഞ്ചേലാണ്, കപ്പല് കാണാൻ കൊച്ചിയിലെത്തണ ചേട്ടന്മാരെ കേട്ടോളി, കൊഴുവയും വറ്റയും ചൂടയും എല്ലാം വഞ്ചിക്കെത്തണ മീനാണേ, വാങ്ങൂലേ ഇങ്ങള് വാങ്ങൂലേ, മീനാണേ പിടയ്ക്കണ മീനാണേ.